ബന്ധപ്പെട്ട വധശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക്. 48 സാഹചര്യത്തിലോളം എല്ലാം വെച്ച ശേഷം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിങ്കര കോടതി. പാറശാലയിലെ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് നെയ്യാറ്റിങ്കര കോടതിയുടെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു. ഗ്രീഷ്മ എന്ന 24-കാരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു, പ്രണയത്തെ വഞ്ചിച്ചു തുടങ്ങിയ ഒരുപാട് നിരീക്ഷണങ്ങൾ വിവരിച്ചുകൊണ്ടാണ് കോടതി തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നത്. അനന്തൻ, അമൽ തുടരാം. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂർ നീണ്ട കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് വധശിക്ഷയെ കുറഞ്ഞ ഒരു ശിക്ഷ നൽകാനായിരുന്നില്ല. അത് കോടതി ഉത്തമമായി ബോധ്യം നൽകിക്കൊണ്ടായിരുന്നു ആ വിശദീകരണമാകെ. 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടതിന് പ്രത്യേകമായി നൽകിയിരിക്കുന്നു. 10 വർഷം ശിക്ഷ കഠിന തടവ്, 1 ലക്ഷം രൂപ പിഴ കൊലപാതകത്തിന് വേറെ നൽകിയിരിക്കുന്നു. അപ്പോൾ ആകെ മൊത്തം ഗ്രീഷ്മയ്ക്ക് ഓരോ വകുപ്പിലായിട്ടുള്ള ശിക്ഷയുടെ കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങളൊക്കെ കാത്തിരുന്ന ഇവരൊക്കെ കാത്തിരുന്ന ആ ചേട്ടന്റെ മുഖത്തൊരു ചിരിയാണ് വരുന്നത്. എന്താണ് വധശിക്ഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന പ്രതികരണം? അല്ല, അവനെ കൊന്നതിന് അവളിരിക്കുന്നതിന് ശിക്ഷ നല്ലത് തന്നെ. പക്ഷേ ഒരു 50 കൊല്ലം ജയിലിൽ കിടക്കേണ്ടതായിരുന്നു. വധശിക്ഷയല്ലേ, പുറത്തു പോകാൻ കഴിയില്ല. അത് പെട്ടെന്ന് വധിച്ചു കളയില്ലേ, വധിക്കില്ല, പാവം തീരണ്ടേ. ഒരു 50 കൊല്ലം ജയിലിനകത്ത് കിടന്നിട്ട് കിട്ടി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് ആവശ്യം ഇതുപോലത്തെ ക്രിമിനലുകൾ. അല്ലാതെ വിടേണ്ടതല്ല. താൽക്കാലികമായിട്ട് ചെയ്ത് രാജ്യം മുടിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ചെയ്തതിന് ശിക്ഷ അനുഭവിക്കണം. ഒരു തൂക്കുകൊല കൊണ്ട് വധശിക്ഷ കൊണ്ട് ഒരിക്കലും അവർ ചെയ്ത പാവം തീരുന്നില്ല. എന്തായാലും അനുഭവിച്ച് തീർക്കണം. ലാസ്റ്റ് വരെ, അവസാന ഘട്ടം വരെ അനുഭവിച്ച് തീരണമെന്നാണ് നെയ്യാറ്റിങ്കര കോടതിക്ക് മുന്നിൽ കൂടി നിൽക്കുന്ന ഈ നെയ്യാറ്റിങ്കരക്കാർ പറയുന്നത്. അപ്പോൾ വധശിക്ഷ നൽകിയാലും അങ്ങനെ അങ്ങ് പെട്ടെന്ന് തൂക്കിക്കൊല്ലരുത്. 50 വർഷമെങ്കിലും കുറഞ്ഞത് ജയിലിൽ കിടന്ന് ഗ്രീഷ്മ നരകിക്കണം എന്നുള്ള ഒരു പൊതുവികാരം ഇവിടെ നിലനിൽക്കുന്നു. ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുള്ള വേദന ഈ പൊതുസമൂഹത്തിന്റെ കൂടി വേദനയായി മാറുകയാണ്. അത് ഉൾക്കൊണ്ടുകൂടാണ് നാട്ടുകാരുടെ ഈ പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും കോടതിയിൽ നിന്ന് 3ാം പ്രതിയുടെ ശിക്ഷ കൂടി വന്നിരിക്കുകയാണ്. നിർമ്മലകുമാരൻ നായർ. തെളിവ് നശിപ്പിക്കലാണ് കുറ്റം. ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവ്, 7 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയായിരുന്നു. അപ്പോൾ അതിനകത്ത് തെളിവുകളുടെ അഭാവം ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഗ്രീഷ്മ തന്നെയാണ് നിരന്തരം ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഏതോ ഒരു ഘട്ടത്തിലാണ് അമ്മാവനും അമ്മയും ഒക്കെ ഇതിലേക്ക് വരുന്നത്. പക്ഷേ അമ്മയ്ക്കെതിരെ തെളിവുകൾ ഉണ്ടായില്ല. പക്ഷേ കുടുംബം കോടതിയോട് തൊഴുത് നന്ദി പറയുകയാണ്. ഷാരോന്റെ അച്ഛനും അമ്മയും. നേരത്തെ തന്നെ ഷാരോന്റെ കുടുംബത്തെ ജഡ്ജി കോടതി മുറിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ വിലയിരുത്തലുകൾ, നിരീക്ഷണങ്ങളൊക്കെ കോടതി നടത്തിയതിനു ശേഷമാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ട് നിർവികാരതയോടെ നിൽക്കുന്നു ഗ്രീഷ്മ എന്നാണ് മനസ്സിലാകുന്നത്. അനന്തൻ, അമൽ, ആളുകൾ വളരെ അല്ലെങ്കിൽ 50 കൊല്ലമെങ്കിലും ജയിലിൽ കിടക്കണം തുടങ്ങിയ വൈകാരികമായ പ്രതികരണങ്ങളുണ്ട്. 10 വർഷം തടവ്, കഠിന തടവ്, ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴ, കൊലപാതകത്തിന് 5 വർഷം കഠിന തടവ്. അത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചാണ്. അങ്ങനെ വിവിധ കുറ്റങ്ങളിൽ വിവിധ ശിക്ഷാവിധികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അനന്തൻ, അമൽ, നിങ്ങൾ ഈ കേസിലുടനീളം ഇതിന്റെ അന്വേഷണ ഘട്ടങ്ങളൊക്കെ ഇതിനെ പിന്തുടർന്നതാണ്. അവസാനം ആളുകൾ അല്ലെങ്കിൽ ഷാരോന്റെ കുടുംബം പ്രതീക്ഷിച്ചൊരു വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു, അല്ലെ? ഷാരോൺ കൊലക്കേസിൽ അതായത് 39 പേരാണ് സംസ്ഥാനത്തെ വിവിധ ജയിലിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോൾ കഴിയുന്നത്. 40ാമത്തെ ആളായിട്ട് നെയ്യാറ്റിങ്കര കേസിൽ ഇതാ ഗ്രീഷ്മയ്ക്ക് കൂടി തൂക്കുകയർ ലഭിച്ചിരിക്കുകയാണ്. 94-ലായിരുന്നു റിപ്പർചന്ദ്രൻ ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു തൂക്കുകയർ നടപ്പാക്കുന്നത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ഇതുവരെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. എന്നാൽ 39 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞപ്പോൾ 40ാമത്തെ ആളെയും നമ്മുടെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഈ വധശിക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്, പരോൾ ലഭിക്കില്ല, ജയിലിലെ ജോലികൾ ചെയ്യണം, ഒറ്റയ്ക്കൊരു മുറിയിൽ താമസിക്കണം, മറ്റ് സാമൂഹ്യപരമായ ഒരു ഇടപെടലും ജയിലിനുള്ളിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് കിട്ടില്ല. അങ്ങനെ ഇനിയും തുടർന്ന് അങ്ങോട്ട് അപ്പീലുകൾ അവർക്ക് മേൽക്കോടതികളെ സമീപിക്കാം. എങ്കിൽ തന്നെയും തൂക്കുകയർ കിട്ടിയ ഒരു പ്രതി എന്ന രീതിയിലായിരിക്കും ഗ്രീഷ്മയെ ഇനിയും ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുക. ആ രീതിയിലേക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകിയിരിക്കുകയാണ്. 3 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ വധശിക്ഷ നൽകിക്കൊണ്ട് നെയ്യാറ്റിങ്കര കോടതി ഒരു സൂചന സമൂഹത്തിന് നൽകുകയാണ്.